നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നത് പരിശോധിക്കാൻ ജില്ലാ ഭരണകൂടം. ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറക്കുന്നത്. പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളിലേക്ക് ചുരുങ്ങും. മദ്യപിച്ച് സ്കൂൾ വാഹനങ്ങൾ ഓടിച്ച 3 ഡ്രൈവർമാർ പിടിയിൽ. ഇവർ കുടുങ്ങിയത് ശാന്തൻപാറ, രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ. അറസ്റ്റിലായവരുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് പോലീസ് ശുപാർശ നൽകും. ചിന്നക്കനാൽ സിങ്ക് കണ്ടത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരിയുടെ വീട്ടിൽ മോഷണം. ഭൂമിയുടെ രേഖകളും വീട്ടുപകരണങ്ങളും കുട്ടികളുടെ വസ്ത്രങ്ങളും ഉൾപ്പെടെ വിവിധ വസ്തുക്കൾ നഷ്ടപ്പെട്ടു. അതേസമയം മോഷണം പോയ വസ്തുക്കൾ ഇവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പള്ളിവാസൽ പഞ്ചായത്തിലെ തളികം വെള്ളച്ചാട്ടത്തിൽ വീണ് വിനോദസഞ്ചാരി മരിച്ചു. മരിച്ചത് ആന്ധ്രാപ്രദേശ് സ്വദേശി സലീം. പ്രദേശവാസികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിശദമായ വാർത്തകൾ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നത് പരിശോധിക്കാൻ ജില്ലാ ഭരണകൂടം. ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറക്കുന്നതാണ് പരിശോധിക്കുന്നത്. പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളിലേക്ക് ചുരുങ്ങും. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവട വരെ എത്താൻ നിലവിൽ 110 കിലോമീറ്റർ യാത്രയുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയ ഉദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ഇത് സ്വാധീനിക്കും. പ്രദേശത്ത് വിനോദസഞ്ചാര മേഖലയ്ക്കും പാത തുറക്കുന്നത് കുതിപ്പേകും. ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് കാന്തല്ലൂർ സേതുപാർവതീപുരം റോഡിന്റെ ആവശ്യകതയെപ്പറ്റി പ്രദേശവാസികളുടെ അഭിപ്രായങ്ങൾ ആരായാനും ഇന്ന് ഞാനിവിടെ എത്തിയിരുന്നു. പ്രദേശവാസികളോടും കമ്മിറ്റി മെമ്പേഴ്സിനോടും ഒപ്പം കാന്തല്ലൂർ മുതൽ സേതുപാർവതീപുരം റോഡ് വരെയുള്ള ഫോറസ്റ്റിൻ്റെ സ്ട്രെച്ച് സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രദേശവാസികളുടെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തു. അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളിച്ചും രേഖകൾ പരിശോധിച്ചും റിപ്പോർട്ട് കളക്ടർക്ക് ഉടനെ തന്നെ സമർപ്പിക്കും. സാംസ്കാരികമായും സാമൂഹികമായും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരായിരുന്നു വട്ടവടയിലെയും കാന്തല്ലൂരിലെയും ജനങ്ങൾ. വനപാത അടച്ചതോടെ 2 ഗ്രാമങ്ങളും പരസ്പരം ഒറ്റപ്പെട്ടു. പാത തുറക്കണമെന്നത് പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിനെ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്. മദ്യപിച്ച് സ്കൂൾ വാഹനങ്ങൾ ഓടിച്ച 3 ഡ്രൈവർമാർ പിടിയിൽ. ശാന്തൻപാറ, രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത്. അറസ്റ്റിലായവരുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് പോലീസ് ശുപാർശ നൽകും. രാജാക്കാട് സ്വദേശി 62-കാരനായ സുധാകരൻ, പൂപ്പാറ സ്വദേശി 35-കാരനായ അമൽ തങ്കച്ചൻ, ചിന്നക്കനാൽ സ്വദേശി 37-കാരനായ ശരവണൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇതിൽ രാജാക്കാട് എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി കരാർ അടിസ്ഥാനത്തിൽ ഓടിയിരുന്ന ടാക്സി വാഹനത്തിന്റെ ഡ്രൈവറാണ് സുധാകരൻ. അമൽ തങ്കച്ചൻ അൺഎയ്ഡഡ് സ്കൂളിന്റെയും ശരവണൻ എയ്ഡഡ് സ്കൂളിന്റെയും ഔദ്യോഗിക ബസ് ഡ്രൈവർമാരാണ്. കുട്ടികളുമായി സ്കൂളിലേക്ക് പോകുന്ന സമയത്തായിരുന്നു പരിശോധന നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. എറണാകുളം റേഞ്ച് DIG അവരുടെയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ P നസീം സാറിൻ്റെയും നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലയിലുടനീളം സ്കൂൾ കോളേജ് ബസ് ഡ്രൈവേഴ്സിൻ്റെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഒരു ടെസ്റ്റ്, അതായത് ഡ്രൈവേഴ്സിനെ മദ്യപിച്ചാണോ വാഹനം ഓടിക്കുന്നതെന്ന് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് ഇന്ന് രാവിലെ ഇടുക്കി ജില്ലയിൽ എമ്പാട് നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് മൂന്നാർ സബ് ഡിവിഷനിലും മൂന്നാർ, മറയൂർ, ദേവികുളം, ശാന്തൻപാറ, രാജാക്കാട് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂൾ കോളേജ് ബസ് ഡ്രൈവേഴ്സിനെ ചെക്ക് ചെയ്തിരുന്നു. ശാന്തൻപാറയിൽ നിന്ന് രണ്ട് ബസ് ഡ്രൈവർമാർ മദ്യപിച്ചതായിട്ട് ബോധ്യപ്പെട്ട് ആൽക്കഹോൾ ടെസ്റ്റ് നടത്തി മദ്യപിച്ചതായിട്ട് ബോധ്യപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പകരം ഈ ഡ്രൈവേഴ്സിന് പകരം മറ്റ് ഡ്രൈവർമാരെ ഉൾപ്പെടുത്തി ഇന്ന് ട്രിപ്പ് മുടങ്ങാത്ത രീതിയിൽ കണ്ടക്ട് ചെയ്ത് സ്കൂളിൽ സുഗമമായിട്ട് കുട്ടികൾക്ക് സഞ്ചാരം പ്രദമാക്കിയിട്ടുണ്ട്. രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പ്രൈവറ്റ് സ്കൂള് ഏർപ്പെടുത്തിയിരുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർ അദ്ദേഹം മദ്യപിച്ചതായിട്ട് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിനെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾക്കായിട്ട് RTOയ്ക്ക് റിപ്പോർട്ട് കൊടുക്കും. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരും. അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചെങ്കിലും കടുത്ത നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്.
മദ്യപിച്ച് വാഹനമോടിച്ച് കുട്ടികളുടെ ജീവന് ഭീഷണി ഉയർത്തിയ ഈ ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കർശന ശുപാർശ നൽകുമെന്ന് മൂന്നാർ ഡിവൈഎസ്പി വ്യക്തമാക്കി. വിദ്യാലയ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരം ഡ്രൈവർമാർക്കെതിരെ കടുത്ത നിരീക്ഷണം വേണമെന്നാണ് രക്ഷിതാക്കളുടെയും ആവശ്യം. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരിയുടെ വീട്ടിൽ മോഷണം. ഭൂമിയുടെ രേഖകളും വീട്ടുപകരണങ്ങളും കുട്ടികളുടെ വസ്ത്രങ്ങളും ഉൾപ്പെടെ വിവിധ വസ്തുക്കൾ നഷ്ടപ്പെട്ടു. അതേസമയം മോഷണം പോയ വസ്തുക്കൾ ഇവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾക്കൊപ്പം കുട്ടികൾ അവശ്യ സാധനങ്ങൾ എടുക്കാൻ തങ്ങളുടെ ഒറ്റമുറി വീട്ടിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഭൂമിയുടെ രേഖകളും വീട്ടുപകരണങ്ങളും കുട്ടികളുടെ വസ്ത്രങ്ങളും ഉൾപ്പെടെ വിവിധ വസ്തുക്കൾ നഷ്ടപ്പെട്ടതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു. ആദ്യം ഫോട്ടോ എടുത്ത് നമ്മൾ ഫോട്ടോ ആയിട്ടാ വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ഒന്നും കിട്ടിയില്ല. റേഷൻ കാർഡ് മൂലം കിട്ടിയിട്ടില്ലായിരുന്നു. നമുക്ക് നമ്മൾ തപ്പിയെടുക്കാൻ റേഷൻ കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങ് പോയി നോക്കുമ്പോൾ ഒറിജിനൽ റേഷൻ കാർഡ് ഇല്ല, ഏത് സാധനമില്ല. എല്ലാം രാവിലെ പൂട്ടി വെച്ചിട്ട് രാവിലെ തന്നെ ഉടച്ച് കിടക്കുമായിരുന്നു. പിറ്റേ ദിവസം പോയപ്പോ പെരിയമ്മ ചാവി കൊടുത്തിരുന്നു. ഇവിടെ തന്നെ ആയിരുന്നു, അവിടെ തന്നെ ആയിരുന്നു പറഞ്ഞ് കൊടുത്ത് ഇവൾ മേടിച്ചോണ്ട് വന്നു. ഇപ്പൊ താക്കോൽ ഞങ്ങളുടെ കയ്യിലേ ഉള്ളൂ. തുറന്നെടുക്കാനായിട്ട് ഇല്ല, എല്ലാം ഉടച്ച് കിടക്കുക. വീട്ടുപകരണങ്ങളൊന്നും എല്ലാം ഇല്ലാതെ കിടക്കുന്ന ഒന്നുമില്ല. ടിവിയും കട്ടിലും മാത്രം, മിക്സി ഗ്രൈൻഡർ അതെല്ലാം ഇല്ല. പുറത്ത് എതുമേ ഇല്ലെന്നാ പറയുന്നത്. കട്ടിലുകളും അലമാരിയും ഒഴിച്ച് വീടിനുള്ളിലുണ്ടായിരുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നഷ്ടപ്പെട്ടു. അവശ്യരേഖകളും കാണാതായി. സംഭവത്തിൽ ശാന്തനപ്പാറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 8-നാണ് സിംഗുകണ്ടം സ്വദേശിയായ മാരി മക്കളുടെ മുൻപിൽ വെച്ച കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ മാരിയുടെ മകൻ രക്ഷിൻ കഴിഞ്ഞയിടെയാണ് ചികിത്സയ്ക്ക് ശേഷം നാട്ടിൽ തിരികെ എത്തിയത്. രക്ഷിനും സഹോദരി രക്ഷിണിയും നിലവിൽ ചിന്നക്കനാൽ ലാക്കാടുള്ള പിതാവിന്റെ സഹോദരന്റെ വീട്ടിലാണ് കഴിയുന്നത്. 1 വർഷം മുൻപ് കുട്ടികളുടെ പിതാവ് മരണപ്പെട്ടിരുന്നു. അതേസമയം വീട്ടിൽ നിന്നും കാണാതായ വസ്തുക്കൾ ഇവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയതായാണ് വിവരം. പള്ളിവാസൽ പഞ്ചായത്തിലെ തളികം വെള്ളച്ചാട്ടത്തിൽ വീണ് വിനോദസഞ്ചാരി മരിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശി സലീമാണ് മരിച്ചത്. പ്രദേശവാസികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പള്ളിവാസൽ പഞ്ചായത്തിലെ പീച്ചാടിന് സമീപമുള്ള തളികം വെള്ളച്ചാട്ടത്തിലാണ് അപകടമുണ്ടായത്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി വിനോദസഞ്ചാരി ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. അപകടത്തിൽ ആന്ധ്രാപ്രദേശ് സ്വദേശി സലീമാണ് മരിച്ചത്. 10ഓളം പേരടങ്ങുന്ന വിനോദസഞ്ചാര സംഘത്തോടൊപ്പമാണ് സലീം മാങ്കുളത്തെത്തിയത്. അപകടമുണ്ടായ ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് സലീമിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത 85-ലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടുണ്ടായ മണ്ണിടിച്ചിലിൽ പുനരധിവാസം ആവശ്യപ്പെട്ട് അടിമാലി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമരം നടത്തിവരുന്ന കുടുംബങ്ങളെ ഡീൻ കുര്യാക്കോസ് എം പി സന്ദർശിച്ചു. വീടുകൾ ഭാഗികമായി നഷ്ടപ്പെട്ട 17 കുടുംബങ്ങളാണ് പുനരധിവാസം ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം 25 മുതൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. തങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കി രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്ന് കുടുംബങ്ങൾ പറഞ്ഞു. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന 10 ലക്ഷം രൂപ വീതമുള്ള ധനസഹായം 17 കുടുംബങ്ങൾക്ക് കൂടി നൽകുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പുനരധിവാസ പാക്കേജ് ഉടൻ ഉണ്ടാകുമെന്നും എം പി കുടുംബങ്ങളെ അറിയിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും ഏകദേശം 2 കോടി രൂപ കൂടി അനുവദിച്ചാൽ ഇപ്പോൾ തന്നെ നിലവിലുള്ള അവസ്ഥയിൽ 9 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം 100 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ബാക്കി വരുന്ന 17 കുടുംബങ്ങൾ കൂടി ആ 10 ലക്ഷം രൂപ കൂടി നൽകപ്പെടേണ്ടതാണ്. അപ്പോൾ 1,70,00,000 രൂപ അഡീഷണലായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നും ലഭ്യമാക്കിയാൽ ഈ പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കപ്പെടാൻ പറ്റും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് വെച്ച് വിശദമായ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനുമായി ഞാൻ വ്യക്തിപരമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് 100% ഉറപ്പ് നൽകി. പ്രത്യേകിച്ചും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നടപടിക്രമങ്ങൾക്കനുസരിച്ച് ചെലവഴിക്കാൻ കഴിയുന്ന തുക SDRF-ൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ പറ്റുമെന്നും വിലയിരുത്തി. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറുമായി ഈ കാര്യം സംസാരിച്ചു. അദ്ദേഹത്തിനും ഈ കാര്യം ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് പ്രത്യേകിച്ചും ഈ മേഖല പൂർണ്ണമായും റെഡ് സോണിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രദേശം റെഡ് സോണിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കാൻ യോഗ്യമല്ല. അപ്പോൾ പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുനരധിവാസത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും മാർഗമുള്ളൂ. അപ്പോൾ ആ നിലയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ബാധകമാണ്. അതിനനുസരിച്ചുള്ള SDRF ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് അദ്ദേഹവും സൂചിപ്പിക്കുകയുണ്ടായി.
മുൻ സർക്കാർ കഴിഞ്ഞ മാർച്ച് ആദ്യവാരം ദുരിതബാധിതർക്കുള്ള ധനസഹായ പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും പണം നൽകാൻ നടപടിയുണ്ടായിരുന്നില്ല. ഒരാഴ്ച മുൻപാണ് സഹായം നൽകി തുടങ്ങിയത്. അന്നത്തെ ദുരിതാശ്വാസ പാക്കേജിൽ വീടുകൾ ഭാഗികമായി തകർന്നവർക്ക് കൂടി 10 ലക്ഷം വീതമുള്ള ധനസഹായം ഉൾപ്പെടുത്താൻ കൂട്ടാക്കാതെ വന്നതാണ് ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതെന്നും MP പറഞ്ഞു. 17 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ദുരിതാശ്വാസ പാക്കേജ് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കാൻ ദുരിതബാധിതർ തയ്യാറാകണമെന്നും MP ആവശ്യപ്പെട്ടു. പ്രദേശവാസികളായിട്ടുള്ള ദുരന്തത്തിൽ ഇരകളായി മാറിയ കുടുംബാംഗങ്ങളോട് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പൊതുപ്രവർത്തകരായിട്ടുള്ള എല്ലാവരും തന്നെയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത് ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. സമരം നടന്നാലും നടന്നില്ലെങ്കിലും UDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാക്കാണ്, ഇത് പാലിക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പോൾ ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയാണ്. മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളെല്ലാവരും സമരം ചെയ്യുന്ന എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുകൂടി ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകി. എന്നാൽ രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂവെന്ന നിലപാടിലാണ് ദുരിതബാധിതർ. മണിയാറൻകുടി മുസ്ലിം പള്ളി സിറ്റിയിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപം ഭൂമിക്കടിയിൽ നിന്ന് ജലമൊഴുകുന്ന ശബ്ദം. 2018 പ്രളയകാലത്ത് വലിയ ആശങ്കയ്ക്കിടയാക്കിയ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണോ ഇത് എന്ന സംശയത്തിലാണ് വീട്ടുകാരും സമീപവാസികളും. വിവരമറിഞ്ഞെത്തിയ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ജിയോളജി, റവന്യൂ വകുപ്പുകൾക്ക് വിവരം കൈമാറി. മണിയാറൻകുടി മുസ്ലിം പള്ളി സിറ്റിയിലെ ആറ്റുപുറത്ത് സുനീർ ASന്റെ വീട്ടുമുറ്റത്താണ് പുലർച്ചെ മുതൽ അസാധാരണമായ ശബ്ദം കേൾക്കുന്നത്. സുനീറിന്റെ മാതാവ് കുഞ്ഞമ്മ സിദ്ദിഖാണ് ആദ്യം ജലം ഒഴുകുന്നത് ശ്രദ്ധിച്ചത്. 14 വർഷം മുൻപാണ് ഇവർ ഇവിടെ പുതുതായി ഈ വീട് നിർമ്മിച്ചത്. ഇതിനു മുമ്പും ഈ കുടുംബം ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. 7 വർഷം മുമ്പാണ് വീടിന് മുൻവശത്തു കൂടിയുള്ള ചുട്ടുമാട്ടൽ കവല റോഡ് നവീകരിച്ച് നിർമ്മിച്ചത്. ശബ്ദം കേട്ട ഭാഗത്ത് കമ്പി ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ ഭൂമിക്കടിയിൽ ജലസാന്നിധ്യമുണ്ടെന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞു. പിന്നീട് നടത്തിയ പരിശോധനയിൽ വെള്ളം ഒഴുകുന്നതായും കണ്ടെത്തി. വിഷയത്തിൽ അടിയന്തരമായി ജിയോളജി വകുപ്പ് ഇടപെട്ട് ആശങ്കകൾ പരിഹരിക്കണമെന്ന് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം ആവശ്യപ്പെട്ടു. ആറ്റുപുറത്ത് സുനീറിന്റെ വീടിന്റെ ഫ്രണ്ടില് റോഡ് പോകുന്നുണ്ട്. ആ റോഡിന്റെ സൈഡിൽ നിന്നും ഒരു വെള്ളത്തിന്റെ സൗണ്ട് കേട്ടു. അപ്പോൾ സുനീറിൻ്റെ മാതാവ് ഇത് നോക്കിയപ്പോൾ ഒരു ചെറിയ കെട്ടുണ്ട്. ആ കെട്ടിന് അകത്തു നിന്നും ഭയങ്കരമായി വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നു. പക്ഷേ വെള്ളം പുറത്തേക്ക് വരുന്നില്ല. ഇത് മണിക്കൂറുകളായിട്ടിപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പഞ്ചായത്ത് അധികാരികളും പൊതുപ്രവർത്തകരും എല്ലാം ഇവിടെ വന്ന് നോക്കുകയും ഇത് പരിശോധിച്ചപ്പോൾ ഈ കെട്ടിനടിയിൽ കൂടെ അതിശക്തമായിട്ട് തന്നെ വെള്ളം ഒഴുകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ബന്ധപ്പെട്ട അധികാരികളെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും മൈനിങ് ആൻഡ് ജിയോളജിയിലുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഉന്നത അധികാരികൾ വന്ന് ഇത് പരിശോധിച്ച് ഈ പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കണമെന്നാണ് നാട്ടിലെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. വിവരമറിഞ്ഞെത്തിയ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ജിയോളജി വകുപ്പിനും റവന്യൂ വകുപ്പിനും വിവരം കൈമാറുകയും ചെയ്തു. 2018 മഹാപ്രളയ സമയത്ത് കേരളത്തിൽ വ്യാപകമായി ചർച്ചയായ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണോ ഇതെന്ന ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത്. ഭൂമിക്കടിയിലൂടെ വെള്ളം ഒഴുകി മണ്ണ് ഒലിച്ചു പോകുന്നതിനും കെട്ടിടങ്ങളുടെ അടിത്തറ ദുർബലമാകുന്നതിനും കാരണമാകുന്ന പ്രതിഭാസമാണിത്. എന്നാൽ നിലവിൽ ഇത് സോയിൽ പൈപ്പിംഗ് തന്നെയാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. പരിശോധനയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ഭൂമിക്കടിയിലെ ജലപ്രവാഹത്തിന്റെ സ്വഭാവവും പ്രദേശത്തിന് ഭീഷണിയുണ്ടോ എന്നും വ്യക്തമാകൂ എന്നും അധികൃതർ അറിയിച്ചു. പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാകുന്നു. മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശം വരുത്തുന്നത് കർഷകരെ വലയ്ക്കുകയാണ്. കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വൻ നാശനഷ്ടമാണ് മേഖലയിൽ കർഷകർക്കുണ്ടാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി വണ്ടിപ്പെരിയാർ, മഞ്ചുമല, രാജമുടി എന്നീ ഭാഗങ്ങളിലും പീരുമേടിന്റെ പട്ടുമല, കല്ലാർ തുടങ്ങിയ ഭാഗങ്ങളിലുമായി കാട്ടാനശല്യം അതിരൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം 4ഓളം കാട്ടാനകളാണ് രാജമുടി പ്രദേശത്ത് എത്തിയത്. ഇവിടെ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ബംഗ്ലാവിലെ CCTV ക്യാമറയിൽ കാട്ടാനകളുടെ ദൃശ്യങ്ങളും പതിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലും പട്ടുമലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷിനാശം വരുത്തിയിരുന്നു. പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷികൾക്ക് മാത്രമല്ല മനുഷ്യജീവനും വലിയ ഭീഷണിയായിരിക്കുകയാണ്. മേഖലയിൽ വനംവകുപ്പ് അധികൃതർ ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ ഇവർക്കും കഴിയുന്നില്ല. വിഷയത്തിൽ വനംവകുപ്പ് മന്ത്രി ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. ചിന്നക്കനാലിൽ 7 വയസ്സുള്ള കുട്ടിക്കൊമ്പൻ ചെരിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്ന കുട്ടിക്കൊമ്പനെയാണ് ആനയിറങ്കൽ ഡാമിന് സമീപം ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ആനയ്ക്ക് ശാരീരിക അവശത ഉണ്ടായിരുന്നതായി വനംവകുപ്പ് അറിയിച്ചു.
രാവിലെ ആനയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ജഡം കണ്ടെത്തിയത്. ആനയ്ക്ക് ഹെർപ്പിസ് വൈറസ് ബാധയുണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാവൂ. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചുവട് റോഡിന്റെ വികസന പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെ റോഡിലേക്ക് ഇറക്കി അനധികൃതമായി കെട്ടിട നിർമ്മാണം നടത്തുന്നുവെന്ന പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് വിവാദ നിർമ്മാണം. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഏകദേശം 25 മീറ്റർ അകലെയാണ് സ്വകാര്യ വ്യക്തി കെട്ടിട നിർമ്മാണം അനധികൃതമായി നടത്തുന്നതെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പ്രദേശവാസിയായ ബൈജു ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറിക്കും മറ്റ് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കെട്ടിട ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെന്നും അതിനുശേഷവും നിർമ്മാണം തുടരുന്നുവെന്നുമാണ് ബൈജുവിന്റെ ആരോപണം. ഇടുക്കിയിലെ ആദ്യകാല റോഡുകളിലൊന്നായ ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് കുടിയേറ്റ ജനതയുടെ ദീർഘകാല ആവശ്യത്തെ തുടർന്നാണ് നവീകരിക്കുന്നത്. നിരവധി സമരങ്ങൾക്കും ഇടപെടലുകൾക്കും ശേഷമാണ് റോഡ് വികസനത്തിന് അനുമതി ലഭിച്ചതെന്നും ഇപ്പോൾ റോഡ് വികസനത്തിന് തടസ്സമാകുന്ന രീതിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. സംസ്ഥാന പാതയോട് ചേർന്നുള്ള നിർമ്മാണം റോഡ് വികസനത്തെ ബാധിക്കുന്നതാണെന്നും ആവശ്യമായ അകലപരിധി പാലിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ പഞ്ചായത്ത് ഇതിനകത്ത് അനുമതി കൊടുത്ത എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ കെട്ടിടം ഇതുവരെ പണിതിട്ടുണ്ട്. ഭയങ്കര സ്പീഡപ്പായിട്ടുള്ള പണിയായിരുന്നു. അപ്പം അത് അറിഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ കൊണ്ട് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ സ്റ്റോപ്പമ്മ കൊടുത്തെന്ന് പറയുന്നു. അത് കഴിഞ്ഞും പണിതു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ സ്റ്റോപ്പമ്മ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ അവർ പണിയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം 2 ദിവസമായിട്ട് ഇപ്പോൾ പണിയുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. തന്നെയല്ല, ഈ റോഡ് വരുന്നത് ഫുള്ള് 8 മീറ്റർ വഴിയാണ്. 8 മീറ്റർ വഴിയിൽ 5 മീറ്റർ ഓൾറെഡി ടാറിങ്ങും 3 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐറിഷുമാണ് വരുന്നത്. അത് 1.5 മീറ്റർ ഇങ്ങോട്ടും 1.5 മീറ്റർ അങ്ങോട്ടും തള്ളി പണിയുണ്ട്. ഈ വീതിയും കഴിഞ്ഞിട്ട് ഈ റോഡിൻ്റെ പണിയും കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തിന് എന്തോരം തള്ളു വരുന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റാനും തടസ്സങ്ങൾ ഇല്ലാതെ സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാനും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കട്ടപ്പന കല്യാണത്തണ്ട് മേഖല പെരുമ്പാമ്പ് ഭീഷണിയിൽ. കഴിഞ്ഞ ദിവസം രാത്രി കല്യാണത്തണ്ട് ഈട്ടിക്കൽ ഗൗരി നാരായണന്റെ കോഴിക്കൂട്ടിൽ നിന്ന് 2 കോഴികളെ പെരുമ്പാമ്പ് പിടിച്ചു. പെരുമ്പാമ്പിനെ കൂടാതെ പ്രദേശത്ത് വന്യമൃഗ ശല്യവും രൂക്ഷമാണ്. കല്യാണത്തണ്ട് മേഖലയിൽ പെരുമ്പാമ്പിനൊപ്പം വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായിരിക്കുകയാണ്. മുമ്പ് കാട്ടുപന്നിയും മറ്റ് വന്യമൃഗങ്ങളുമായിരുന്നു മേഖലയിൽ ഭീഷണി സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇഴജന്തുക്കളുടെ ഭീഷണിയും രൂക്ഷമാണ്. വിഷമുള്ളതും അല്ലാത്തതുമായ നിരവധി ഇനം പാമ്പുകളാണ് പ്രദേശത്തുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി കല്യാണത്തണ്ട് ഈട്ടിക്കൽ ഗൗരി നാരായണന്റെ കോഴിക്കൂട്ടിൽ കയറിയ പെരുമ്പാമ്പ് 2 കോഴിക്കുഞ്ഞുങ്ങളെ ഭക്ഷിച്ചതായി വീട്ടുകാർ പറഞ്ഞു. അവള് 2 കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് വിട്ടതാ. 10 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണത്തിനാണ് വന്നത്. ഇനിയിപ്പോൾ 8 എണ്ണം ഉള്ളത്. കയറി ഞാൻ കരയുന്ന കേട്ടോണ്ട് ഓടി വന്നു വെച്ച് നോക്കുമ്പോൾ കോഴിപ്പിൻ്റെ അന്നും കൊടുത്ത് ഞാൻ ഇങ്ങനെ തള്ളി ഈ കമ്പിയുടെ ഇടയിരിക്കുന്നത്. അപ്പോൾ പാമ്പായിരുന്നു. ഞാൻ ഓടി ചെന്ന് ലൈറ്റ് എടുത്തോണ്ട് നോക്കുമ്പോൾ പാമ്പ്. എന്നിട്ട് അതിലെ ചാടി മുറ്റത്ത് കിടന്നു. അവിടെ കിടന്നിട്ട് പോകുന്നില്ല, ചുമ്മാ കിടക്കും. അവിടെ തടി പോലെ കിടക്കുക. ആ തടിയുടെ കാലിൽ മണ്ണുണ്ട്. പ്രദേശത്ത് പതിവായി ഇഴജന്തുക്കളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം ഉണ്ടാകാറുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇത് രാത്രി കാലങ്ങളിൽ പാമ്പാണേലും പന്നിയാണേലും മുള്ളംപന്നിയാണേലും വന്ന് ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൃഷിക്കകത്ത് വരികയും കൃഷികളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അധികൃതരോട് നമ്മളിത് വിളിച്ചറിയിച്ചാലും ഇതിനൊന്നും ശാശ്വതമായ ഒരു നീക്കുപോക്കൾ ഉണ്ടാകുന്നില്ല. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നഗരസഭാ കൗൺസിലർ ഷാജി കുത്തോടിയിൽ ആവശ്യപ്പെട്ടു. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരും കൊച്ചുകുട്ടികളൊക്കെ മുറ്റത്തൊക്കെ ഇരുന്ന് കളിക്കുന്ന സമയത്തൊക്കെ ഇത്തരം സാധനങ്ങൾ വളരെ അപകടകരമാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഇവിടെ ഇപ്പം ആളുകളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ശല്യം ഇവിടെ ഉണ്ടെന്ന് അറിയുന്നു. അത് അടിയന്തരമായി ഫോറസ്റ്റ് ഇടപെട്ട് ഈ മേഖലയിൽ നിന്ന് ഇത് ഒഴിവാക്കണം. ഇഴജന്തുക്കളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഭീതിയിലാണ്. കട്ടപ്പന പുളിയമല ക്രൈസ്റ്റ് കോളേജും മണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ലഹരിവിരുദ്ധ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്റർ കോളേജിയേറ്റ് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ജൂലൈ 14 കോളേജ് ഗ്രൗണ്ടിൽ ടൂർണമെന്റ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിമരുന്നുകളുടെ വ്യാപനവും ഉപയോഗവും വ്യക്തിജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക വ്യവസ്ഥയെയും തകർക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്താണെന്ന സന്ദേശം സമൂഹത്തിലാകെ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യുവജനങ്ങളിൽ ലഹരിവിരുദ്ധ ബോധം വളർത്തുന്നതിനും കായിക മത്സരങ്ങളിലൂടെ ആരോഗ്യകരമായ ജീവിതശൈലിയും ഉത്തരവാദിത്വ ബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്രൈസ്റ്റ് കോളേജ് പുളിയമലയും
വണ്ടൻമേട് സർവീസ് കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി ചേർന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൂടി പദ്ധതിയായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ ആ ഒരു സന്ദേശം കൂടുതൽ ശക്തമായി സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കോളേജും വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി ചേർന്നുകൊണ്ട് നാളെ കോളേജിൽ വെച്ച് ഒരു ഇന്റർ കൊളീജിയേറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ്. പരിപാടിയിൽ MLA-മാരായ റോയ് കെ പൗലോസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി, കൗൺസിലർ VR സച്ചി എന്നിവർ പങ്കെടുക്കും. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A നസീം IPS, കട്ടപ്പന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് VT ഷാജൻ, സബ് ഇൻസ്പെക്ടർ ബിനോയ് എബ്രഹാം എന്നിവർ സംസാരിക്കും. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതിനായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ക്രൈസ്റ്റ് വിങ്സ് ക്ലബിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ക്രൈസ്റ്റ് കോളേജിന്റെ ക്രൈസ്റ്റ് വിങ്സ് ക്ലബ്ബ് എന്നുള്ള ഒരു സംവിധാനം കൂടി, അങ്ങനെ ഒരു ക്ലബ്ബും കൂടി രൂപീകരിച്ച് അത് കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം നൽകി അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളെ സമീപത്തുള്ള കോളേജുകളിലും സമീപത്തുള്ള സ്കൂളുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള യുവജനങ്ങളുമായി ബന്ധപ്പെട്ട എവിടെയും എത്തുവാനും അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ, കൗൺസിലിംഗ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വഴിയായി ഈ ഒരു സന്ദേശം തുടർച്ചയായി സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്ക് എത്തിക്കുവാനും കൂടി കോളേജ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധം ശക്തിപ്പെടുത്തുകയും സഹപാഠികളിലേക്കും സമൂഹത്തിലേക്കും സന്ദേശം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന സജീവ വേദിയായാണ് ക്ലബ്ബ് പ്രവർത്തിക്കുക. കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ലിജോ കൊച്ചുവീട്ടിൽ, CMI, കോളേജ് ഫുട്ബോൾ ക്ലബ്ബ് കോർഡിനേറ്റർ ഗോകുൽനാഥ്, IQAC അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി, വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി ഒറ്റപ്പിളക്കൽ, പ്രോഗ്രാം കോർഡിനേറ്റർ മോബിൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ദേവികുളം താലൂക്ക് സ്കൂൾ സ്റ്റാഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അടിമാലി അമ്പലപ്പടിക്ക് സമീപമാണ് പുതിയ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഭാവികമായിട്ടും നമ്മുടെ സഹകരണ മേഖലയ്ക്ക് കരിച്ചു ഉയരുന്ന തരത്തിൽ തന്നെ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷം വരുന്ന സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളും ഇതിൽ പണം നിക്ഷേപിച്ച് ഇനി അതിലേക്ക് മറ്റു തരത്തിലുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും അതോടൊപ്പം തന്നെ മറ്റ് നിലയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഈ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൂടി പ്രത്യേകമായി പരാമർശിച്ചു പോകേണ്ട കാര്യമാണ്. നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ ഗുണപ്രദമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന നിസ്തുലമായ പങ്ക് ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയുന്നു. ഉദ്ഘാടന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് MS അജി അധ്യക്ഷത വഹിച്ചു. ദേവികുളം കോഓപ്പറേറ്റീവ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സുനിത KP, MK വിശ്വനാഥൻ, MP രാജൻ, അജിമോൻ PC, ഉമേഷ് OS തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈറേഞ്ചിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ തൂക്കുപാലം സൊസൈറ്റി ഓഫ് യൂണിറ്റ് ആൻഡ് ലവ് സോളിന്റെ എൻഡോൺമെന്റ് വിതരണം നടന്നു. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അപ്പോൾ പരസ്പര വിശ്വാസവും ആളുകൾ തമ്മിലുള്ള കൂട്ടായ്മയും മാത്രമാണ് ഇത്തരം സംരംഭങ്ങളുടെ വിജയത്തിന് നിദാനമായിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ സോൾ ഭാഗ്യവാന്മാരുടെ സോളാണ്. കാരണം 22 കൊല്ലമായി ഇത്ര മനോഹരമായി നിലനിൽക്കുന്നു, ഭംഗിയായി നിലനിൽക്കുന്നു, കെട്ടുറപ്പോടെ നിലനിൽക്കുന്നു എന്നത് തന്നെ നിസ്വാർത്ഥരായ ഒരുപറ്റം ആളുകൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായോ മറ്റേ മൺമറഞ്ഞ അംഗങ്ങളുടെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും എൻഡോവ്മെന്റ് വിതരണം നടത്തുന്നത്. മികച്ച പൊതുപ്രവർത്തകർക്കുള്ള KR മോഹനൻ നായർ മെമ്മോറിയൽ എൻഡോവ്മെന്റ്, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടികല്ലാറും, സർക്കാർ ഉദ്യോഗസ്ഥ മേഖലയിലെ മികച്ച സേവനം അടിസ്ഥാനമാക്കി നൽകുന്ന N ചന്ദ്രശേഖരൻ നായർ മെമ്മോറിയൽ എൻഡോവ്മെന്റ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിജയ്കുമാർ GM, പൊതുവിദ്യാഭ്യാസ രംഗത്തെ മികച്ച അധ്യാപകർക്കുള്ള P അജിത് കുമാർ മെമ്മോറിയൽ എൻഡോവ്മെന്റ്, ചോറ്റുപാറ RPM LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ദീപാമോൾ ആറും ഏറ്റുവാങ്ങി. സോൾ പ്രസിഡന്റ് TR അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സോൾ അംഗങ്ങളായ കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് R, കേരള ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ദിലീപ് NVS, KSCBയിൽ സീനിയർ സൂപ്രണ്ടായി പ്രൊമോഷൻ ലഭിച്ച ജോസ് P ജോസഫ് എന്നിവരെയും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പ്രോഗ്രാം കൺവീനർ KR ഉണ്ണികൃഷ്ണൻ നായർ, സെക്രട്ടറി ഷൈജു എന്നിവർ നേതൃത്വം നൽകി. ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കിയുടെ അഭിമാന താരമായ കട്ടപ്പന നെരിയമ്പാറ സ്വദേശിനി സാന്ദ്രാമോൾ സാബു ഇരട്ട സ്വർണം നേടി. ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി 4x400 മീറ്റർ മിക്സഡ് റിലേയിലും 4x400 മീറ്റർ വനിതാ റിലേയിലുമാണ് സാന്ദ്രാമോൾ മത്സരിച്ചത്. 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ 2 പുരുഷ താരങ്ങളും 2 വനിതാ താരങ്ങളും ചേർന്നാണ് ടീമിനെ പ്രതിനിധീകരിച്ചത്. വനിതാ 4x400 മീറ്റർ റിലേയിൽ 4 വനിതാ താരങ്ങളും ടീമിനായി മത്സരിച്ചു.
മികച്ച വേഗതയ്ക്കൊപ്പം ബാറ്റൺ കൈമാറ്റത്തിലെ കൃത്യതയും ടീമംഗങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയും റിലേ മത്സരങ്ങളിലെ വിജയത്തിൽ നിർണായകമാണ്. ഈ രണ്ടിനങ്ങളിലും ഇന്ത്യൻ ടീമിനൊപ്പം മികച്ച പ്രകടനം പുറത്തെടുത്താണ് സാന്ദ്രമോൾ ഇരട്ട സ്വർണ്ണ വിജയത്തിൽ പങ്കാളിയായത്. കട്ടപ്പന നരിയമ്പാറ കാരക്കാട്ട് വീട്ടിൽ സാബുവിന്റെ മകളായ സാന്ദ്രമോൾ BA ഇംഗ്ലീഷ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. പഠനത്തിനൊപ്പം ദേശീയ അന്തർദേശീയ അത്ലറ്റിക് മത്സരങ്ങളിൽ സ്ഥിരമായി പങ്കെടുത്ത ശ്രദ്ധേയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ താരം കൂടിയാണ് സാന്ദ്രമോൾ. 2024 ഏഷ്യൻ അണ്ടർ-20 ദുബായ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് റിലേയിൽ വെള്ളി മെഡലും 4x400 ഇനത്തിൽ സ്വർണ്ണ മെഡലും സാന്ദ്രമോൾ നേടിയിരുന്നു. തുടർന്ന് നടന്ന വേൾഡ് അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ 4ാം സ്ഥാനവും വനിതാ 4x400 മീറ്റർ റിലേയിൽ മികച്ച പ്രകടനവും കാഴ്ചവെക്കുകയും ചെയ്തു. ജൂനിയർ സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചെന്നൈ ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ ഇനത്തിൽ വെള്ളി മെഡലും 4x400 മീറ്റർ റിലേയിൽ സ്വർണവും നേടി ശ്രദ്ധേയ നേട്ടം കൈവരിച്ച സാന്ദ്രമോൾ ഏഷ്യൻ അണ്ടർ-23 ചാമ്പ്യൻഷിപ്പിലെ ഇരട്ട സ്വർണ്ണ നേട്ടത്തോടെ ഇന്ത്യൻ അത്ലറ്റിക്സിലെ ശ്രദ്ധേയ യുവതാരമായി മാറിയിരിക്കുകയാണ്. ഈ അഭിമാന നേട്ടത്തിന് പിന്നാലെ കായിക, വിദ്യാഭ്യാസ, സാമൂഹിക മേഖലകളിലെ നിരവധി പേർ സാന്ദ്രമോളെ അഭിനന്ദിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉജ്ജ്വലം 2K26 എന്ന പേരിൽ യുവ പ്രതിഭാ സംഗമം നടന്നു. പഞ്ചായത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർ, ഡോക്ടർമാർ, കായിക താരങ്ങൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ ഉജ്ജ്വലം 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി രാജാക്കാട് ആയുർവേദ യോഗ ഹാളിലാണ് നടന്നത്. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു പ്രതിഭകളെ അനുമോദിച്ചു. നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും യുവതലമുറയുടെ നേട്ടങ്ങൾ കരുത്തു പകരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും സ്വന്തമായിട്ട് മൊത്തം അടിച്ചു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് അംഗീകാരമില്ല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അംഗീകാരം എന്ന് പറയുന്നത് നിങ്ങളുടെ മികവിന്റെ പ്രതിഫലനമാണ്. അതെന്തിനാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കിട്ടിയ 1ാം റാങ്ക് കൂടാതെ അല്ലെങ്കിൽ 1ാം സ്ഥാനം കൂടാതെ നാളെ ഈ സ്ഥാനം നിങ്ങൾ തുടരണം. അടുത്ത പരീക്ഷയിലും അടുത്ത മത്സരത്തിലും, ഓട്ടക്കാരാണെങ്കിൽ അടുത്ത ഓട്ടത്തിലും, പാട്ടുപാടുന്നവരാണെങ്കിൽ ഇനിയുള്ള മത്സരത്തിലും സമ്മാനങ്ങൾ നിങ്ങൾ നേടണം എന്നതിൻ്റെ ഒരു പ്രചോദനം കൂടിയാണ് ഈ ആദരവ് നിങ്ങൾക്ക് നൽകുന്നത്. പഞ്ചായത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ, നാടിന് കാവലാളായ ഡോക്ടർമാർ, കായിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കായിക താരങ്ങൾ എന്നിവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കട്ടപ്പന അമ്പലക്കവല നാഷണൽ ലൈബ്രറിയിൽ പ്രതിഭാ സംഗമം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കായിട്ടാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഈ എല്ലാത്തിനും A+ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് എല്ലാത്തിനും A+ കിട്ടാത്തവർ ഏതെങ്കിലും തരത്തിൽ അവർ മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇനി മുൻപോട്ടുള്ള പ്രയാണത്തിൽ ചിലപ്പോൾ അവരായിരിക്കും ഇവരെക്കായി മുന്നേറി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇപ്പോൾ +2 അല്ലെങ്കിൽ SSLCക്ക് A+ കിട്ടിയിരിക്കുന്നത് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എല്ലാം മാനദണ്ഡം എന്നുള്ള നിലയിൽ നമുക്കങ്ങനെ കണക്കാക്കാൻ കഴിയില്ല. ഇതെല്ലാം മാറിയും മറിഞ്ഞും വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ആദരവ് അർഹിക്കുന്നവരാണ് മുമ്പോട്ടുള്ള ഒരു പോക്കിൽ. കാരണം SSLC+2 എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ജീവിതത്തിലെ 1ഓ 2ഓ ചവിട്ടുപടികൾ മാത്രമാണ്. ഇനി എത്രയോ ചവിട്ടുപടികൾ നമ്മൾ കയറിയാലാണ് നമ്മൾ നമ്മുടെ ഒരു ലക്ഷ്യത്തിലെത്തുന്നത്. നാഷണൽ ലൈബ്രറി രക്ഷാധികാരി വിൻസെന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബെന്നി മാത്യു, നഗരസഭാ കൗൺസിലർ സോണിയ GB, PD തോമസ്, വിലാസിനി തങ്കച്ചൻ, TB ശശി തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന കാർഡമംവാലി ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ക്ലബ് പ്രസിഡന്റ് KJ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻ കുമാർ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി. കഴിഞ്ഞ ഒരു വർഷം വിവിധ സേവന പ്രവർത്തനം കൊണ്ട് മറ്റു ക്ലബ്ബുകൾക്ക് മാതൃകയായി മാറിയ കാർഡമംവാലി ലയൺസ് ക്ലബിൽ ഈ വർഷം 6 വനിതകൾ ഉൾപ്പെടെ 19 പുതിയ അംഗങ്ങളാണ് ചേർന്നിരിക്കുന്നത്. Lions Club of Cardamom Valley, knowing that the membership obligates me to participate in all functions of the club to the best of my ability. വീടുകൾ ഉൾപ്പെടെയുള്ള വിവിധ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ക്ലബിനുള്ള പ്രത്യേക ആദരവും പരിപാടിയോടനുബന്ധിച്ച് സമർപ്പിച്ചു.
ഈ വർഷത്തെ പ്രസിഡന്റ് സിബി വർക്കി കൊല്ലംകുടി, സെക്രട്ടറി MD ജോർജ്, ട്രഷറർ ജോജി ജോർജ്, മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ സ്ഥാനാരോഹണവും പാസ്റ്റ് ഗവർണർ ഷൈൻകുമാർ നിർവഹിച്ചു. ഇത് ക്ലബിന്റെ പരമോന്നത വിശ്വാസവും നിങ്ങൾക്കറിയാം, ഒരു തവണ പ്രസിഡന്റായിട്ടുണ്ടെങ്കിലും പരമോന്നത വിശ്വാസവും ക്ലബിന്റെ യൂണിറ്റിയും മാതൃകാപരമായി നിലനിർത്താൻ തയ്യാറാണെങ്കിൽ മാത്രം എന്നെ കൊടുക്കുക. This is the gavel I am handing over. This gavel is to the Vice President during the Lions Secretary of Lions City, Kollapudi from Lions Club of Caravan Valley. This is the wonderful opportunity for you. Once again, use it judiciously. Congratulations. I hereby declare that all the office bearers of 26 ചടങ്ങിൽ കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി, ആനി ചിപ്പരാജ്, ഫിലിപ്പ് ജോൺ, ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ, അമൽ മാത്യു, വർഗീസ് ജോസഫ്, ജോർജ് തോമസ്, ജോസഫ് പെരുമന, ജിബിൻ ജോസ്, ബൈജി KC, MD ജോർജ് എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ലയൺസ് ക്ലബിന്റെ 2026-27 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി സന്തോഷ് CS, സെക്രട്ടറിയായി ഷാജി ജോസഫ്, ട്രഷററായി ജിജി സെബാസ്റ്റ്യൻ എന്നിവർ ചുമതലയേറ്റു. കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതികളിലൂടെ ക്ലബ്ബ് ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടത്തുന്നത്. പുതിയ പ്രവർത്തന വർഷത്തിലും ആരോഗ്യ, വിദ്യാഭ്യാസ, പരിസ്ഥിതി, ജീവകാരുണ്യ മേഖലകൾക്ക് പ്രാധാന്യം നൽകി കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. ലയൺസ് ക്ലബിന്റെ പ്രവർത്തന വർഷത്തിന് ഔപചാരിക തുടക്കം കുറിക്കുന്ന ചടങ്ങിൽ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷനും ക്ലബിലേക്ക് പുതുതായി ചേർന്ന അംഗങ്ങളുടെ ഇൻഡക്ഷനും മുൻ ജില്ലാ ഗവർണർ KB ഷൈൻകുമാർ നിർവഹിച്ചു. പ്രവർത്തിക്കുന്നവർക്കുള്ള അവാർഡുകൾ എപ്പോഴും വളരെ വ്യക്തമായി കൊടുക്കണം. ലയൺസ് ഡിസ്ട്രിക്ട് 318 സുതാര്യത, ഇന്റർനാഷണൽ അസോസിയേഷന്റെ സുതാര്യത ഒരു നേതാവിന്റെ വർത്താനമല്ല, അഡ്മിനിസ്ട്രേഷന്റെ സ്ട്രെങ്ത് ആണെന്ന് മനസ്സിലാക്കണം. നേതാവ് എന്തെങ്കിലും പറഞ്ഞു മൈക്കിന്ന് പറഞ്ഞിട്ട് പോകും, ഞാൻ ഉൾപ്പെടെയുള്ള നേതാവ്. പക്ഷെ അഡ്മിനിസ്ട്രേഷന്റെ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ഈ ഓർഗനൈസേഷൻ ഇങ്ങനെ നിൽക്കുന്നത്. അത് ഏത് ശാഖാ പ്രവർത്തനമായിക്കോട്ടെ, ഒരു കുടുംബ പ്രവർത്തനമായിക്കോട്ടെ, ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനമായിക്കോട്ടെ, അതിന് വിശ്വാസം കൊടുക്കാൻ ആ പ്രസ്ഥാനത്ത് സാധിച്ചാൽ മാത്രമാണ് ആ പ്രസ്ഥാനം നിലനിൽക്കുകയുള്ളൂ. ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് 108 വർഷമായി നിലനിൽക്കുന്നത് ഈ അഡ്മിനിസ്ട്രേഷൻ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണെന്ന്. ക്ലബിന്റെ മുൻകാല ഭാരവാഹികളും അംഗങ്ങളും വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി സന്തോഷ് CS, സെക്രട്ടറിയായി ഷാജി ജോസഫ്, ട്രഷററായി ജിജി സെബാസ്റ്റ്യൻ എന്നിവർ ചുമതലയേറ്റു. സേവന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്ന ക്ലബിന്റെ ഈ വർഷത്തെ ആദ്യ പദ്ധതിയുടെ ഭാഗമായി വള്ളക്കടവ് സ്നേഹസദന വാട്ടർ പ്യൂരിഫയർ കൈമാറി. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഈ പദ്ധതി ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത്. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോർജ് തോമസ്, ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ അഡ്വൈസർ MM ജോസഫ്, റീജിയണൽ ചെയർമാൻ അമൽ K മാത്യു, സെക്രട്ടറി ജോസഫ് ജോണി, ട്രഷറർ മാത്യു K ജോൺ, KC ജോസ്, K ശശിധരൻ, PV കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജകുമാരി ഹോളി ക്യൂൻസ് UP സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. പൊതു തെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന ആവേശവുമായാണ് കുട്ടികൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായത്. നാളെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കാളികളാകേണ്ട തലമുറയ്ക്ക് അതിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയാണ് രാജകുമാരി ഹോളി ക്യൂൻസ് UP സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. ഒരു ജനറൽ ഇലക്ഷന്റെ എല്ലാ ഘട്ടങ്ങളും അതേപടി പാലിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥി നിർണയം, കൗതുകമുണർത്തിയ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, ക്യാമ്പസിന് ഇളക്കിമറിച്ചുള്ള പരസ്യപ്രചരണം എന്നിവയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അച്ചടക്കത്തോടെയും വലിയ ഉത്തരവാദിത്തത്തോടെയും വരുന്ന കുട്ടികൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. സ്കൂളിലെ ഇലക്ഷൻ ആയിരുന്നു. ഇലക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു. 5ാം ക്ലാസ്സിൽ ഞങ്ങൾ ഇലക്ഷനെ കുറിച്ച് പഠിച്ചിരുന്നുവെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് അത് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിദ്യാർത്ഥികളിൽ നേതൃപാഠവും സാമൂഹിക ബോധം, സഹകരണ മനോഭാവം എന്നിവയും വളർത്തുക ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കിയത്. മികച്ച വിജയം കൈവരിച്ച ഹെഡ് ബോയ് ഫെലിക്സ് നോബിക്കും ഹെഡ് ഗേൾ നിയ സുമേഷ് മാത്യുവിനും പ്രതിനിധികൾക്കും സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിബു K ദേവസിയും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അഭിനന്ദനങ്ങൾ നേർന്നു. കുട്ടികളിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ന് ഇവിടെ നടന്നത്. ഒരു മുതിർന്ന വ്യക്തികൾ വോട്ട് ചെയ്യുന്ന ആ ഘട്ടങ്ങൾ ഓരോന്നും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇലക്ഷൻ പൂർത്തിയാക്കിയത്. ID കാർഡ് കൊണ്ടുവന്ന് വിരലിൽ മഷി തേച്ച് വോട്ട് ചെയ്യുന്ന
അവസാന പ്രക്രിയ വരെ കുട്ടികൾ മനസ്സിലാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് കുട്ടികൾ വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മുതിർന്ന ആളുകൾ വോട്ട് ചെയ്യുന്ന അതേ രീതിയിൽ വോട്ട് ചെയ്യുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇലക്ഷൻ്റെ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനായി, പഠിക്കാനായി കുട്ടികൾക്ക് സാധിച്ചു. വോട്ടവകാശത്തിന്റെ വിലയും ജനാധിപത്യത്തിന്റെ പവിത്രതയും ഈ കൊച്ചു പ്രായത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഹോളി ക്വീൻ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കുടിയേറ്റ കാർഷിക ഗ്രാമങ്ങളുടെ കായിക സംസ്കാരത്തിന്റെ ചൂടും ചൂരും നിറഞ്ഞ പഴയകാല ഓർമ്മകളെ തൊട്ടുണർത്തി ഹൈറേഞ്ചിൽ വീണ്ടും ഒരു കണ്ടംകളി പോരാട്ടം. ബൈസൺ വാലി BCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുട്ടുകാട് പാടശേഖരത്തിൽ സംഘടിപ്പിച്ച ചെളി വോളിബോൾ മത്സരം കായിക പ്രേമികളിൽ ആവേശത്തിന്റെ വേലിയേറ്റമാണ് സൃഷ്ടിച്ചത്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ നൂൽമഴ നനഞ്ഞ് വോളിബോൾ കളിച്ചിരുന്ന പഴയ തലമുറയുടെ ആവേശം നെഞ്ചിലേറ്റാൻ പുതുതലമുറയും കൂട്ടത്തോടെ ഒഴുകിയെത്തിയതോടെ മുട്ടുകാട് പാടശേഖരം ഒരൊറ്റ മനസ്സായി മാറി. ഇത് വെറുമൊരു വോളിബോൾ മത്സരമല്ല, മണ്ണറിഞ്ഞ് മണ്ണിനെ പ്രണയിച്ചു ജീവിച്ച ഒരു ജനതയുടെ കായിക സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പാണ്. ഉഴുതുമറിച്ച പാടത്തെ ചെളിക്കളത്തിൽ ഇടിവെട്ട് സ്മാഷ് ചെയ്യുന്ന കളിക്കാരും അവർക്കു ചുറ്റും ആവേശം ചോരാതെ ആർത്തു വിളിക്കുന്ന നൂറുകണക്കിന് കായിക പ്രേമികളും മുട്ടുകാട് പാടശേഖരത്തെ ഉത്സവ പറമ്പാക്കി മാറ്റി. മറ്റ് വിനോദോപാധികളൊന്നുമില്ലാതിരുന്ന കാലത്ത് കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന നൂൽമഴയ്ക്കൊപ്പം വോളിബോൾ മത്സരങ്ങൾ തകൃതിയായി നടക്കുമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ നഷ്ടമായി പോയ ആ കായിക പാരമ്പര്യത്തെ അതേ ചൂടും ചൂരോടും കൂടി തിരികെ പിടിക്കുകയായിരുന്നു ബൈസൺ വാലി BCC ക്ലബ്. മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ബൈസൺ വാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സുരേന്ദ്രൻ നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്തടക്കം ചെറിയ ചെറിയ ടീമുകളെല്ലാം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. മുട്ടുകാട്ടിലും നല്ല ടീമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്ര പ്രാദേശിക ടീമുകളൊന്നും തന്നെ ഇല്ല. അത് തന്നെയല്ല, ഇപ്പം വോളിബോളും എല്ലാം നടക്കുന്ന രാത്രിയിലാണ്. അപ്പോൾ രാത്രിയിൽ ഇപ്പം ടീമിന് ലൈറ്റും മറ്റ് സംവിധാനവും ഗ്രൗണ്ടും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ടൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ബൈസൺ വാലിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി കടുത്ത പോരാട്ട വീര്യവുമായി 12 കരുത്തുറ്റ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. രാവിലെ ആരംഭിച്ച മത്സരങ്ങൾ ആവേശം ഒട്ടും ചോരാതെ വൈകുന്നേരം വരെ നീണ്ടുനിന്നു. കളി കണ്ടുനിന്ന കാണികൾ ഓരോ പോയിന്റിലും കളിക്കാരെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരുന്നു. ചെളിയിൽ പൊരുതി ജയിച്ച് 1ാം സ്ഥാനം നേടിയ പാറത്തോട് ടീമിന് 5001 രൂപയും ആകർഷകമായ ട്രോഫിയും സമ്മാനമായി ലഭിച്ചു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ റണ്ണേഴ്സപ്പായ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പൂപ്പാറ ടീമിന് 3001 രൂപയും ട്രോഫിയും ലഭിച്ചു. കായിക സംസ്കാരത്തെ നെഞ്ചിലേറ്റാൻ പുതുതലമുറയും തയ്യാറാണെന്ന് തെളിയിക്കുന്നതായിരുന്നു മുട്ടുകാട് പാടശേഖരത്തെ ഈ മത്സരം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട് 125, വിൽപ്പനയ്ക്ക് വന്നത് 16,922, വിൽപ്പന നടന്നത് 15,525, കൂടിയ വില 3,601, ശരാശരി വില 2,553.
കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ, ഏലം കൂടിയ വില 2800, ഏലം ശരാശരി വില 2500. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 950, കൊക്കോ 100, റബ്ബർ 260. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 13,100 രൂപ, വെള്ളി 240. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിലിനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നത് പരിശോധിക്കാൻ ജില്ലാ ഭരണകൂടം. ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറക്കുന്നത്. പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളിലേക്ക് ചുരുങ്ങും. മദ്യപിച്ച സ്കൂൾ വാഹനങ്ങൾ ഓടിച്ച 3 ഡ്രൈവർമാർ പിടിയിൽ. ഇവർ കുടുങ്ങിയത് ശാന്തൻപാറ, രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ. അറസ്റ്റിലായവരുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് പോലീസ് ശുപാർശ നൽകും. ചിന്നക്കനാൽ സിങ്ക് കണ്ടത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരിയുടെ വീട്ടിൽ മോഷണം. ഭൂമിയുടെ രേഖകളും വീട്ടുപകരണങ്ങളും കുട്ടികളുടെ വസ്ത്രങ്ങളും ഉൾപ്പെടെ വിവിധ വസ്തുക്കൾ നഷ്ടപ്പെട്ടു. അതേസമയം മോഷണം പോയ വസ്തുക്കൾ ഇവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പള്ളിവാസൽ പഞ്ചായത്തിലെ തളികം വെള്ളച്ചാട്ടത്തിൽ വീണ് വിനോദസഞ്ചാരി മരിച്ചു. മരിച്ചത് ആന്ധ്രാപ്രദേശ് സ്വദേശി സലീം. പ്രദേശവാസികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.